business strategy and human resource development. There are a number of analytical links between business strategy and human resource development. These links are as follows. അപ്പം ബിസിനസ് സ്ട്രാറ്റജിക്കും ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റിനും ലിങ്ക് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക്. ഓക്കെ, അപ്പം ആദ്യത്തത് പോർട്ട്ഫോളിയോ തിയറി. പോർട്ട്ഫോളിയോ തിയറി എന്ന് പറയുമ്പോൾ നമ്മുടെ മാർക്കറ്റ് ഗ്രോത്ത്, മാർക്കറ്റ് ഷെയർ ഇതൊക്കെ നോക്കുന്ന. അപ്പോൾ ദിസ് തിയറി അഡ്വക്കേറ്റ് പ്ലോട്ടിംഗ് മാർക്കറ്റ് ഗ്രോത്ത് ആൻഡ് മാർക്കറ്റ് ഷെയർ അതായത് പ്ലോട്ടിംഗ് മാർക്കറ്റ് ഗ്രോത്ത് റേറ്റ് അഗെയിൻസ്റ്റ് ദ റിലേറ്റീവ് മാർക്കറ്റ് ഷെയർ ഓഫ് എ ഫേം. ദ ഇംപ്ലിക്കേഷൻ ഓഫ് HR strategy is that during the life cycle of a business, the HR strategy and policies need to be adapted to changing conditions. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണമെന്ന് അറിയാം, നമ്മുടെ മാർക്കറ്റ് ഗ്രോത്ത്, അതായത് നമ്മുടെ മാർക്കറ്റ് ഗ്രോത്ത് നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പം നമ്മുടെ മാർക്കറ്റ് ഗ്രോത്തിന് റിലേറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ മാർക്കറ്റ് ഷെയർ വരുന്നുണ്ടോ, അപ്പോൾ അത് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കണം. അതിനനുസരിച്ച് വേണം നമ്മൾ HR സ്ട്രാറ്റജി നമ്മൾ അഡോപ്റ്റ് ചെയ്യാനായിട്ട് ഒരു ബിസിനസ്സിൻ്റെ ലൈഫ് സൈക്കിളിൽ. അപ്പോൾ നമ്മുടെ HR സ്ട്രാറ്റജീസും HR പോളിസീസും നമ്മുടെ മാർക്കറ്റ് ഗ്രോത്ത് റേറ്റിനെ, നമ്മളെ റിലേറ്റീവ് മാർക്കറ്റ് ഷെയറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. അത് കണ്ടീഷൻസ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് അഡോപ്റ്റ് ചെയ്യണം. ഇനി കോമ്പറ്റേറ്റീവ് സ്ട്രാറ്റജി ആൻഡ് വാല്യൂ ചെയിൻ. അപ്പോൾ എന്താ കോമ്പറ്റേറ്റീവ് സ്ട്രാറ്റജി ആൻഡ് വാല്യൂ ചെയിൻ എന്ന് പറയുന്നത്? ദ വാല്യൂ ചെയിൻ പൊസിഷൻസ് ഹ്യൂമൻ റിസോഴ്സസ് സെൻട്രൽ ഇൻ ഡിറ്റർമിനിങ് ഹൗ ബിസിനസ് കോമ്പീറ്റ് ഓൺ ദ ഓൺഗോയിങ് ബിസിനസ്. നമ്മുടെ ഓൺഗോയിങ് ബിസിനസ്സിൽ അപ്പോൾ എങ്ങനെയാണ് ഹ്യൂമൻ റിസോഴ്സ് വളരെ കോമ്പീറ്റൻ്റ് ആയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മൾ കോമ്പറ്റേറ്റീവ് സ്ട്രാറ്റജി ആൻഡ് വാല്യൂ ചെയിനകത്ത് നോക്കുന്നത്. പിന്നെയുള്ളത് ലൈഫ് സൈക്കിൾ അനാലിസിസ് ആൻഡ് ടൈപ്പ് ഓഫ് സ്ട്രാറ്റജി. ലൈഫ് സൈക്കിൾ അനാലിസിസ് ആൻഡ് ടൈപ്പ് ഓഫ് സ്ട്രാറ്റജിയിൽ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ ഹാസ് ആൻ ഇമ്പാക്റ്റ് ഓൺ HR സ്ട്രാറ്റജി. നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ലൈഫ് സൈക്കിളിന് HR സ്ട്രാറ്റജിയുടെ ഒരു വലിയ ഇമ്പാക്റ്റ് തന്നെയുണ്ട്. അപ്പോൾ എന്ത് ടൈപ്പ് സ്ട്രാറ്റജിയാണ് നമ്മളെ പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് അഡോപ്റ്റ് ചെയ്തേക്കുന്നത്, അത് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിനെയും കൂടി അഫക്റ്റ് ചെയ്യും. അതായത് ഒരു പ്രോഡക്റ്റിൻ്റെ ലൈഫ് സൈക്കിൾ എന്ന് പറയുമ്പോൾ അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഗ്രോത്തായി മെച്യൂരിറ്റിയിലെത്തി പിന്നെ അതിൻ്റെ സെയിൽസ് കുറഞ്ഞ് അത് പിന്നീട് ആൾക്കാർ വാങ്ങുന്നില്ലാണ്ട് ഡിക്ലൈൻ സ്റ്റേജിൽ പോകും. അപ്പോൾ ആ ഒരു ലൈഫ് സൈക്കിളും കൂടി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മളൊരു സ്ട്രാറ്റജി എടുക്കുക നമ്മുടെ HR-ൽ. ഇനി കോമ്പീറ്റൻസീസ് ആൻഡ് സ്ട്രാറ്റജിക് ഇൻറ്റൻറ്റ്. കോമ്പീറ്റൻസീസ് ആൻഡ് സ്ട്രാറ്റജിക് ഇൻറ്റൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സ് ആർ ക്ലിയർലി എ ക്രിട്ടിക്കൽ ഇൻഗ്രീഡിയൻറ്റ് ഇൻ എനി ഓർഗനൈസേഷൻസ് കോർ കോമ്പീറ്റൻസി. നമ്മൾ ഏത് ഓർഗനൈസേഷൻ്റെ കോർ കോമ്പീറ്റൻസി എടുത്ത് നോക്കിയാലും ഹ്യൂമൻ റിസോഴ്സിൻ്റെ ഹെൽപ്പില്ലാതെ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അപ്പം നമ്മളൊരു ഫെർദറായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ concept is a notion of strategic intent and related notion of core competencies. അപ്പോൾ ഒരു സ്ട്രാറ്റജിക് ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ റിലേറ്റഡ് ആയിട്ട് കൂടുതലായിട്ടുള്ള നമ്മളെ കോർ കോമ്പീറ്റൻസീസ് കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്യുക. അപ്പോൾ അതാണ് നമ്മൾ കോമ്പീറ്റൻസീസ് ആൻഡ് സ്ട്രാറ്റജിക് ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത്. നമ്മളെ ലോങ് ടേം സ്ട്രാറ്റജിയും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യും, അതേപോലെ തന്നെ നമ്മുടെ കോമ്പീറ്റൻസീസിനെയും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ വർക്ക് ചെയ്യും. പിന്നെ ഉള്ളത് സ്ട്രാറ്റജി ആൻഡ് സ്ട്രാറ്റജിയും സ്റ്റൈലും. അപ്പം ദിസ് ഇസ് അനദർ വേരിയബിൾ വിച്ച് മേ ഹാവ് ആൻ ഇമ്പാക്റ്റ് ഓൺ ഷേപ്പിംഗ് HR ആൻഡ് കോർപ്പറേറ്റ് സ്ട്രാറ്റജി ലിങ്ക്. അപ്പോൾ നമ്മുടെ HR പോളിസീസും നമ്മുടെ അതർ കോർപ്പറേറ്റ് പോളിസീസിനും ഈ നമ്മുടെ ലോങ് ടേം സ്ട്രാറ്റജി, അതേപോലെ നമ്മൾ എന്ത് സ്റ്റൈലാണ്, നമ്മൾ ലീഡർഷിപ്പിനൊക്കെ പല സ്റ്റൈലുണ്ട്, ലിബറൽ ആയിരിക്കും, സ്ട്രിക്റ്റ് ആയിരിക്കാണ്. അപ്പോൾ നമ്മുടെ ലീഡർഷിപ്പ് സ്റ്റൈല്, മോട്ടിവേഷൻ തിയറീസ്, മോട്ടിവേഷൻ്റെ സ്റ്റൈല്, അതേപോലെ എന്ത് സ്ട്രാറ്റജി നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നു അത് തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് സ്ട്രാറ്റജി ആൻഡ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വേരിയബിൾ നോക്കിയിട്ടാണ് നമ്മൾ HR പോളിസീസും കോർപ്പറേറ്റ് സ്ട്രാറ്റജീസും സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബിസിനസ് സ്ട്രാറ്റജിയും ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റിനെ ലിങ്ക് ചെയ്യുന്ന 5 പോയിൻറ്റ്സാണ് പോർട്ട്ഫോളിയോ തിയറി, കോമ്പറ്റേറ്റീവ് സ്ട്രാറ്റജി ആൻഡ് വാല്യൂ ചെയിൻ, ലൈഫ് സൈക്കിൾ അനാലിസിസ് ആൻഡ് ടൈപ്പ് ഓഫ് സ്ട്രാറ്റജി, കോമ്പീറ്റൻസീസ് ആൻഡ് സ്ട്രാറ്റജിക് ഇൻറ്റൻറ്റ്, ആൻഡ് ലാസ്റ്റ് സ്ട്രാറ്റജി ആൻഡ് സ്റ്റൈല്. അതിപ്പം കൂടുതലും മോട്ടിവേഷനേക്കാളും ലീഡർഷിപ്പ് സ്റ്റൈലാണ് നോക്കുന്നത്. ലീഡർഷിപ്പിനാണ് നമ്മൾ ലൈസൻസ് വെയർ ആണ് കൂടുതലായിട്ട് ഫെമിലിയർ ആയിട്ടുള്ളത്. പിന്നെ ഉള്ളത് സ്ട്രിക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ലീഡർഷിപ്പ് സ്റ്റൈല്. അപ്പോൾ ഏത് ലീഡർഷിപ്പ് സ്റ്റൈലാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് കൂടുതൽ ഇരിക്കുക. അപ്പോൾ നമ്മുടെ സ്ട്രാറ്റജിയും സ്റ്റൈൽസും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ HR പോളിസി, നമ്മുടെ കോർപ്പറേറ്റ് സ്ട്രാറ്റജി എല്ലാം സെറ്റപ്പ് ചെയ്യുന്നത് നമ്മൾ.